ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ള ഒന്നാണ് അമ്പഴം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അമ്പഴങ്ങിയ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും, അമ്പഴം നടാനായിട്ട് ഒരുപാട് സ്ഥലം വേണം, അത് നമ്മൾ എത്ര വർഷം കൊണ്ട് കായ്ക്കും. ഇത് സ്വീറ്റമ്പഴമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സ്വീറ്റമ്പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് എളുപ്പമാണോ, ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ വെക്കാമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും. അപ്പോൾ തീർച്ചയായും അവരുടെ എല്ലാം സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ഇത് ശരിക്കും നമ്മൾ വലിയ ഡ്രമ്മിലോ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. നമ്മൾ താഴെ വേണമെങ്കിലും വെക്കാം. നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ കായ്ച്ച ഒരു അമ്പഴമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പഴത്തിൻ്റെ ജ്യൂസാണ്, അമ്പഴങ്ങയുടെ ജ്യൂസാണ് കേട്ടോ. ഇത് അത്യാവശ്യം എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്വീറ്റ് അമ്പഴം. അപ്പോൾ ഈ സ്വീറ്റ് അമ്പഴം നമുക്ക് പറമ്പിൽ നടാൻ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡ്രമ്മിലായാലും വളർത്താം. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചെടിയാണ്. അപ്പം തുടങ്ങി നമുക്ക് കായുണ്ട്. പക്ഷേ ഞങ്ങൾ അന്ന് വന്ന കായകളൊക്കെ പൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പൊടിച്ച് കളയാൻ നമുക്ക് മനസ്സ് തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിറയെ പൂത്ത് നിൽക്കായിരിക്കും, നിറച്ച് കായ വിരിഞ്ഞു വന്നത്. പക്ഷേ നമ്മളത് നിർത്തി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ചെടി വലുതാവില്ല. അപ്പോൾ ചെടി വലുതാവണമെങ്കിൽ നമ്മൾ ചെറുപ്രായത്തിൽ പുഷ്പിക്കാൻ അനുവദിക്കരുത്. അപ്പോൾ അത് കാരണം ഞങ്ങളിത് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ഇതുമ്മ ശിഖരങ്ങൾ കണ്ട, ഇതിൻ്റെ ഇവിടെ പൂത്തത് കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെ നിറച്ച് ശിഖരങ്ങളാണ്. ഇപ്പം ഇതുമ്മ വീണ്ടും ഇപ്പം വീണ്ടും അത് കഴിഞ്ഞ് വീണ്ടും പൂത്തു. ഇപ്പം അതുപോലെ ഇവിടെ ശിഖരങ്ങൾ ഇതേ അമ്പഴങ്ങ ഉണ്ട്, ഇതുപോലെ അമ്പഴങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അമ്പഴങ്ങ പറിക്കുമ്പോഴെന്ന് പറഞ്ഞ് ഇപ്പം ഇവിടെ അമ്പഴങ്ങ ഉണ്ടായിരുന്ന നമ്മളത് കുറച്ച് താഴെ വെച്ച് കട്ട് ചെയ്ത് കളയുമ്പോൾ വീണ്ടും നിറയെ ശിഖരങ്ങളാണ് വന്നു, അതിൽ പൂവും വന്നു. അപ്പോൾ അതുപോലെ ഓരോന്നും ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇപ്പം കായുള്ള ഒരെണ്ണത്തിലൊന്ന് കട്ട് ചെയ്ത് കാണിക്കാവോ? നമ്മൾ കായുള്ളത് ഇപ്പം ഇതും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇതുമ്പോൾ കായുണ്ട്, ഇത് പാകമായ കായയാണ്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഓൾറെഡി ഇതിൻ്റെ അകത്തുള്ള അമ്പഴങ്ങയൊക്കെ ഞാൻ പറിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കുറച്ചും കൂടി താത്തി കട്ട് ചെയ്യുക. ഇപ്പോൾ ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിറയെ ശിഖരങ്ങളും കാര്യങ്ങളുമായിട്ട് വീണ്ടും വരും. അപ്പോൾ ആ ശിഖരം വരുമ്പോൾ തന്നെ ഇതുമ്പോൾ പൂവും കൂടിയ വന്നെ. അപ്പോൾ നമ്മളുടെ ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കാര്യങ്ങളായിട്ട് നിന്നോളും. നമ്മൾക്ക് കുറച്ച് സ്ഥലത്ത് ഒരു ചട്ടിയിൽ ഒരു ഡ്രമ്മിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഇതിന് കൊടുക്കുന്ന വളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവവളം മാത്രമേ കൊടുക്കണ്ടൂ, വേറെ മറ്റ് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചാണകപ്പൊടിയോ ആട്ടിൻകാട്ടോ അല്ലെങ്കിൽ അതൊന്നും കിട്ടാനില്ലെങ്കിൽ എല്ലുപൊടി വാങ്ങിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുത്താലും നന്നായിട്ട് പുഷ്പിച്ച് നിറച്ച് കായുണ്ടായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഇതുമേന്ന് പൊട്ടിച്ച് നമ്മളുടെ സ്വീറ്റ് അമ്പഴത്തിൽ നിന്ന് പൊട്ടിച്ച് അമ്പഴങ്ങയാണ്. അപ്പോൾ ഈ അമ്പഴങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ പൊട്ടിച്ചെടുത്താൽ നമുക്ക് വളരെ രുചികരമായിട്ട് കഴിക്കാം. കാരണം ഇതിന് മധുരമാണ്. സാധാരണ അമ്പഴത്തിനെന്ന് പറഞ്ഞാൽ പുളിയായിരിക്കും, അതിൻ്റെ ഉള്ളിൽ വലിയ കുരുവും കാര്യങ്ങളും ഉണ്ടാവും. ഇത് നമുക്കൊന്ന് പൊളിച്ച് നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടോ ഇല്ലേ. കത്തിയല്ല, കത്രികയാണ് ഇപ്പോൾ തൽക്കാലം ഉള്ളത്. ഒന്നും കൂടി പൊളിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുരു ഇല്ല. അപ്പോൾ നമ്മൾ മൂന്നായി പൊളിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കുരു ഇല്ല. ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ്, നല്ല സ്വീറ്റ് അമ്പഴം. എൻ്റെ ഫേവറേറ്റാണ്. ഇവിടുത്തെ മുഴുവൻ തന്നെയാണ് ആളുള്ളത്. ഇതെനിക്ക് വേണ്ടി വെച്ചതാണ്. നമുക്ക് സ്പേസ് കുറവായിരുന്നു, അപ്പം നമ്മൾ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ അമ്പഴം നട്ടിരിക്കുന്നത്. എന്നാലും നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് എപ്പോഴും കായ്കളുണ്ടാകും. അതാണ് ഈ ഒരു അമ്പഴത്തിൻ്റെ പ്രത്യേകത. അപ്പം കടഭാഗം നല്ല വലിപ്പത്തിലായി. ഇനി ഇതുമ്പോൾ നിറയെ ശിഖരങ്ങളാണ്. വീണ്ടും ശിഖരങ്ങൾ പൊട്ടി ഇങ്ങനെ ആർത്ത് നിൽക്കുള്ളൂ. ഇങ്ങനെ റൗണ്ടിലാക്കിയിട്ട് നമുക്ക് നിർത്താം. ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് കഴിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇത് ഒരുപാട് മധുരമല്ല കേട്ടോ, എന്നാലും പുളിയും ഉണ്ട് മധുരവും ഉണ്ട്, മിക്സിങ്ങാണ്. കുഴപ്പമില്ല, തിന്നാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചാണ് ഇതിന് അതിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ലൊരു മധുരമുള്ള ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ പുളി കുറവായിരിക്കും. നട്ടിട്ടെന്ന് പറഞ്ഞാൽ 2 വർഷമായിട്ടുള്ളൂ. അപ്പോഴേക്കും ഇതുമേന്ന് ഒത്തിരി അമ്പഴങ്ങ ഞങ്ങൾ പറിച്ചു. ഇപ്പോഴും ഇതുപോലെ നിറയെ. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിറയെ ശിഖരങ്ങൾ പൊക്കിയിട്ട് പടരാണ്, പൊക്കത്തി ഹൈറ്റിൽ പോകാല്ല.
പിന്നെ നമ്മുടെ ഈ അമ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടൻ അമ്പഴമാണെങ്കിൽ അത് നമ്മളുടെ വലിയ മാവുകൾ നാടൻ മാവുകൾ വളർന്നു പോകണ മാതിരി അങ്ങോട്ട് ഹൈറ്റിലേക്ക് പോകും. കാരണം നമുക്ക് ആർക്കെങ്കിലും വീട്ടിൽ ഇത് പലത് നിൽപ്പുണ്ട്. അപ്പോൾ വലിയ തോട്ടിയൊക്കെ കെട്ടിയാലേ അത് പറിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ നിന്ന് ഏത് കൊച്ചിനും അമ്പഴങ്ങ പൊട്ടിക്കും. ഞങ്ങളവിടെ അമ്പഴങ്ങയൊക്കെ പറിക്കും. ചിലപ്പോൾ പറിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല മൂത്ത് കണ്ടീഷനായിരിക്കും. നമ്മൾ മുകളിലായതുകൊണ്ടുള്ള പ്രശ്നമാണത്. അത് ശരിക്കും പഴുത്ത് വീഴുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതെ അതെ അതെ. ഇത് നമുക്ക് നമ്മളുടെ സൗകര്യത്തിന് നമുക്ക് പൊട്ടിക്കാൻ പോലെ അധികം വലിപ്പമില്ലാതെ കാര്യങ്ങളും നമുക്ക് കിട്ടും. മീൻകറിയിലിടാം. അത്യാവശ്യം മീൻകറിക്ക് മാങ്ങാക്കി പകരം അതെനിക്ക് കറക്റ്റ് അറിയില്ല. ഇടാ അല്ലേ. ഇനി നിങ്ങളാരുടെ ഇങ്ങനെയൊക്കെ വീട്ടിൽ അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഈ അമ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ അമ്പഴം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കായ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് പൊട്ടിച്ച് തീർന്നു. ഇപ്പോൾ ഇതുമ്പോൾ ഇനിയും പൊട്ടിക്കാനുള്ളതും കിടക്കണ്ട്. കണ്ട, ഇത് ചെറുതാണ്, ഇത് അതിലും വലിപ്പമായതാണ്. ഇത് തീരണേക്ക് മുമ്പ് അടുത്ത സ്റ്റെപ്പായി. അപ്പോൾ എന്നും അമ്പഴങ്ങയാണ്, ഓൾ സീസണാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് എല്ലാ നഴ്സറികളിൽ തന്നെ അന്വേഷിച്ചാൽ കിട്ടും. സീറ്റ് അമ്പഴം എന്ന് പറഞ്ഞ് മേടിക്കണം, അല്ലെങ്കിൽ അവർ നാടൻ അമ്പഴം തന്നു വിടും. അത് തന്നു വിട്ടാൽ നമ്മൾ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ വളർന്ന് അങ്ങോട്ട് പോകും. വർഷങ്ങൾ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഇതാണെങ്കിൽ ബഡ് ചെയ്ത സംഭവമാണ്, പെട്ടെന്ന് കായയായി കിട്ടും. സ്ഥലപരിമിതി ഉള്ളവർക്കും വെച്ച് പിടിപ്പിക്കാം. ഒരു ഡ്രമ്മിൽ, ചെറിയ ഡ്രമ്മായാലും ഒരു 20 ലിറ്ററിൻ്റെ സംഭവത്തിൽ അതെ, നമുക്ക് വാട്സാപ്പിൽ ഓരോരുത്തർ ഇത് വെച്ചിട്ട് ചെറിയ ഡ്രമ്മിലൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും അമ്പഴങ്ങ കാര്യങ്ങൾ നമ്മളുടെ വീട്ടുമുറ്റത്ത് നമ്മൾ ചെടി നടുന്ന പോലെ നമുക്ക് നടാം. നമ്മളിത് വാങ്ങിയതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു ഫാമുണ്ട് ഇവിടെ തന്നെ, പാതുവ ജാക്ക് ഫാം എന്ന് പറയും. നമ്മൾ അവരുടെ വീഡിയോ ഒക്കെ ഇട്ടുണ്ട്. അവരുടെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം റേറ്റ് ഒന്നും വലിയതില്ല, 150 രൂപ റേറ്റേ ഉള്ളൂ. അപ്പം ഞാൻ കറക്റ്റ് ഓർക്കണില്ല, എന്നാലും വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത സംഭവമാണ്. ഇവിടെയും പൂത്തിട്ടുണ്ട്, ഇതേണ്ട നിറച്ച് പൂത്തിട്ടുണ്ട്. ഇത് തീരുമാനിക്കുക അതാവും. അതെ അതെ അതെ, അതാണ് ഓൾ സീസൺ എന്ന് പറയുന്നത്. എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകും ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ. പക്ഷേ പൂക്കുന്നതെല്ലാം കായ ആകണമെന്നില്ല, കുറച്ചൊക്കെ പോകും. എന്തായാലും നമുക്ക് എപ്പോഴും കായ്കളുണ്ടാവും. ഇത് നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണൊരുക്കുമ്പോൾ നല്ല നീർവാഴ്ചയുള്ള മണ്ണ് വേണം അമ്പഴം നടാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. പ്രത്യേകിച്ച് ചട്ടിയിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഡ്രമ്മിലോ ഒക്കെ ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ മണലും അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടമോ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ജൈവവളം മിക്സ് ചെയ്തിട്ട് ചെടി നടുകയാണെങ്കിൽ ഗ്രോ ബാഗിൽ, നമ്മൾ ചെറിയൊരു ഗ്രോ ബാഗിലായിരിക്കും ഇത് വാങ്ങിച്ചുകൊണ്ട് വരിക. മിക്കവാറും എല്ലാ നഴ്സറികളിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. 150 രൂപ അത്രയൊക്കെ ഉള്ളൂ. നമുക്കിത് പല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതാണ് കേട്ടോ, ജ്യൂസാണ്. അപ്പോൾ ഞാൻ ജ്യൂസ് കുടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പുളിപ്പും മധുരവും കൂടിയ ഒരു ടേസ്റ്റാണ്. നല്ല പഴുത്തതിന് നല്ല മധുരമാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇത് പച്ച കൊണ്ടാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഒരു പച്ച, ലൈറ്റ് പച്ച കളറല്ലേ. ഇത് പഴുത്താണെങ്കിൽ നല്ല മധുരമായിരിക്കും. ഇപ്പോൾ ഇവിടെ പഴുക്കാനായിട്ട് നമ്മൾ ഇട്ടേക്കാറില്ല, കാര്യം ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് തിന്നും. ഈ ഒരു അമ്പഴത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഈ ഒരു ഫ്രൂട്ട് ഉണ്ടാകുമെന്നുള്ളതാണ്. അത് ഓൾ സീസൺ ആണ് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ നമ്മൾ ഇതിൻ്റെ ചെടികളുടെ കീടബാധ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കുറവുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചെടിയുടെ പരിചരണത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ, നമ്മൾ ഈ കുറച്ചൊന്ന് മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ അതിനെ കുറച്ചൊരു വളം കൊടുക്കുക. എന്തെങ്കിലും ഒരു ജൈവവളങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ ജൈവവളങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് യാതൊരു ചിലവുമില്ലാതെ വളം ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റി അത് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് വയ്ക്കാം. ആ ഒരു വളമാക്കിയാണ് ഞങ്ങൾ ഇതിൻ്റെ ചെടിക്കൊരു മുരടിപ്പും കാര്യങ്ങളും കണ്ടു തുടങ്ങുന്ന ഒരു അവസരത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ തടം ഒന്ന് ഇളക്കിയതിന് ശേഷം, ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മളൊരു 15 ദിവസം വെയിറ്റ് ചെയ്യും. അപ്പോൾ തന്നെ ചെടിക്ക് ചെറിയൊരു അനക്കമൊക്കെ വരും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി കുറച്ച് ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല ഉഷാറിൽ ഇതേപോലെ ഹെൽത്തി ആയിട്ട് വളരും. ചെടി ഹെൽത്തി അല്ലെങ്കിൽ ചെടിയുടെ ഇല വളരെ മുരടിക്കുകയും പുതിയ കൂമ്പലുകൾ വരാനായിട്ട് താമസിച്ച് വളർച്ച മുരടിച്ചൊരവസ്ഥയിൽ കാണാറുണ്ട്. നമ്മളിത് ചട്ടിയിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ വളം ചെയ്ത് കൊടുക്കുക. അതായത് ഒരു പിടി എങ്കിലും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജൈവവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ അടുക്കള കമ്പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിലാണ് ചട്ടിയിലെ ചെടി നന്നായിട്ട് എപ്പോഴും കായ്ച്ച് നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ മണ്ണ് ഇളക്കമുള്ള ആകാനായിട്ടും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.